വളരെ ടേസ്റ്റുള്ളൊരു കണവത്തോരനാണ് ഇവിടെ കാണിക്കുന്നത്. കണവ എന്നും കൂന്തൽ എന്നൊക്കെ അറിയപ്പെടും. ഇതിൻ്റെ നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കണവയെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ വളരെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇതിന് വേവിക്കാനായിട്ട് കുക്കറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇത് 2 വിസിലെല്ലാം വരുമ്പോഴത്തേനൊന്ന് റെഡിയായി കിട്ടും. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് ആവശ്യമായ ഒരു വലിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയും. കണവെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് തോരൻ റെഡിയാക്കാവുന്നതാണ്. ഞാൻ വളരെ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഞാൻ പിന്നീട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഒത്തിരി അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കണവയിൽ നേരത്തെ ഉപ്പിട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഉള്ളിയിലധികം ഉപ്പിട്ട് കൊടുക്കരുത്. പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കുക. ഇതിൽ പുളിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ തക്കാളിയുടെ പകുതിയോ മതിയാകും. ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കണവയെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി അതിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വേവിച്ചെടുത്തതിൻ്റെ കുറച്ച് വെള്ളം കൂടിയാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ അതും കൂടിയാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് എല്ലാം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ മസാല എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് എല്ലാം ഒന്ന് അടഞ്ഞിരിക്കട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇത് റെഡിയായി വന്നതിനെ പാത്രത്തിലേക്ക് വിളമ്പിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം.